പക്ഷേ ഏറ്റവും വലിയൊരു പ്രളയം നമ്മളെ സംബന്ധിച്ച് അഭിമുഖീകരിച്ചു. 2 സ്റ്റേറ്റ്സ് ഉണ്ട് റെയില്. ആ പ്രളയത്തിന്റെ ആ ദിവസം കഴിഞ്ഞു, അതിനെ നമ്മൾ അതിജീവിച്ചു. വീണ്ടും നമ്മളെ സംബന്ധിച്ച് ഈ പറഞ്ഞിരിക്കുന്ന ഒരു റെസ്ക്യൂ അല്ലെങ്കിൽ നമ്മുടെ പുനരധിവാസം എന്ന് പറഞ്ഞൊരു വലിയ ഒരു കടമ്പയാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിനൊരു തുടക്കമാണ് ഇന്നത്തെ ചടങ്ങ്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് എല്ലാ വിധത്തിലുള്ള സഹായം നൽകിക്കൊണ്ട് നല്ല ഒത്തൊരുമയോടുകൂടി ഉദ്യോഗസ്ഥ ടീമുകളെ കൊണ്ടുപോകാനായിട്ട് എല്ലാ വിധത്തിലുള്ള സഹകരണം ചെയ്തുകൊണ്ട് ബഹുമാനായിട്ടുള്ള നമ്മുടെ ചെയർപേഴ്സൺ ശ്രീ വി പി നാസർ പറയുകയാണ്. അവരുടെ തിരക്കുകൾക്കിടയിലും നമ്മുടെ കേരളത്തിലെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കൃത്യമായ രീതിയിൽ ഒരു പ്രാഥമിക കണക്കുകൾ പോലും കൊടുക്കാൻ സാധിക്കാത്ത സ്ഥലത്ത് ഇത്രയും ഫീൽഡിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് തന്നെ അടിയന്തരമായിട്ടൊരു കൗൺസിൽ കൂടാനായിട്ട് ഈരാറ്റുപേട്ടയിൽ ഉണ്ടായിട്ടുള്ള വിവിധ മേഖലയിലുള്ള നഷ്ടങ്ങൾ, ഏതാണ് 40ഓളം മേഖലയിലുള്ള നഷ്ടങ്ങൾ, സാനിറ്റേഷൻ മേഖലയിലുണ്ടായ നഷ്ടങ്ങൾ, ഇതുകൂടാതെ നമ്മുടെ റോഡുകൾക്കുണ്ടായ നഷ്ടങ്ങൾ, ഇവയെക്കുറിച്ചുള്ള പ്രാഥമിക കണക്കെടുക്കാനും അത് പെട്ടെന്ന് സർക്കാരിലേക്ക് എത്തിക്കാനും എനിക്ക് സഹായിച്ചത് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ നേതൃത്വമുള്ള ഞങ്ങളുടെ 29 കൗൺസിലംഗങ്ങളാണ്. അവരുടെ ഈ അവസരത്തിലുള്ള തീർത്ഥാർത്ഥികളായിട്ടുള്ള ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് വളരെയധികം നന്ദി പറയാനുള്ളത് മറ്റെല്ലാ സ്ഥലങ്ങളിലും ഇപ്പോഴും റെസ്ക്യൂ ഒന്നും ആകാതെ നിൽക്കുന്ന സാഹചര്യത്തിലും ഈ ഈരാറ്റുപേട്ടയെ കൈപിടിച്ച് മുന്നോട്ടേക്ക് നയിച്ചത് അല്ലെങ്കിൽ വലിയ ദുരന്തം ഉണ്ടാകാതെ നമ്മളെ സംരക്ഷിച്ചത് നമ്മുടെ 3 റെസ്ക്യൂ ഫോഴ്സുകളാണ്. ആ പ്രിയപ്പെട്ട 3 റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങൾക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് നന്ദി രേഖപ്പെടുത്താനുള്ള എന്റെ പ്രിയപ്പെട്ട കണ്ടിജന്റ് ജീവനക്കാരായിട്ടുള്ള 23 പേരാണ്. അവരെ ഞാൻ 24 മണിക്കൂറും ഡ്യൂട്ടി കിട്ടും. ഞങ്ങൾക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു മടിയും കൂടാതെ സജീവമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്ന എന്റെ പ്രിയപ്പെട്ട കണ്ടിജന്റ് ജീവനക്കാര്, അവരോടുള്ള നന്ദി രേഖപ്പെടുന്നു. ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നാടിനെ ചേർത്തിപ്പിക്കുന്ന, കൈപിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ഈരാറ്റുപേട്ടയിൽ അത് കണ്ടു. പ്രിയപ്പെട്ട ഈരാറ്റുപേട്ട ജനതയ്ക്ക് എല്ലാവിധത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു.